അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലുക. വേറെ ഒരു ആയത്തിനും ഇല്ലാത്ത 3 പ്രത്യേകതകൾ ഈ ആയത്തിനുണ്ട്. വേറെ ഒരു ആയത്തിലും കാണാത്ത 3 പ്രത്യേകതകൾ ഈ ആയത്തിലുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, എല്ലാ ആയത്തിലും നമ്മൾ കാണുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ എന്നത് ആദ്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ മഅസ്സാദിഖീൻ. ഇങ്ങനെ അനേകം ആയത്തുകൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ശരീഫിന്റെ അകത്ത് യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനൂ ആമനൂ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് കാണാം. എന്നാൽ ഈ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ അല്ലാഹു പറഞ്ഞിരിക്കുന്നത് ആദ്യമല്ല. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്. അല്ലാഹുവും അവന്റെ മാലാഖമാരും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, അതുകൊണ്ടല്ലോ സത്യവിശ്വാസികളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലുക. മധ്യത്താണ് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പ്രത്യേകത അതാണ്. രണ്ടാമത്തെ ഈ ആയത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, അല്ലാഹുവും മലക്കുകളും ഒരു അമല് ചെയ്യുന്നെങ്കിൽ അത് സലാത്ത് മാത്രമേ ഉള്ളൂ. അത് ഈ ആയത്തിലാ പറയുന്നത്. അല്ലാഹു പറഞ്ഞത് നിങ്ങൾ നിസ്കരിക്കുക, ഞാനും മലക്കുകളും നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുക എന്ന് അല്ലാഹു പറഞ്ഞില്ല. ഞാനും മലക്കുകളും നോമ്പ് നോക്കുന്ന പോലെ നോമ്പ് നോക്കുക എന്ന് അല്ലാഹു പറഞ്ഞില്ല. ഞാനും മാലാഖമാരും ഹജ്ജ് ചെയ്യുന്ന പോലെ ചെയ്യാൻ അല്ലാഹു പറഞ്ഞില്ല. പിന്നെ അല്ലാഹു പറഞ്ഞതെന്താ? ഞാനും എന്റെ മലക്കുകളും മദീനയുടെ രാജകുമാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുവും അവന്റെ മലക്കുകളും ചൊല്ലുന്നത് കൊണ്ട് നിങ്ങളും ചൊല്ലുക. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലാഹു പടച്ചതമ്പുരാൻ കൽപ്പിച്ച കൽപ്പനയെ നമ്മൾ അനുസരിക്കുന്നു സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ. അതുപോലെ തന്നെ കൽപ്പനയെ അനുസരിക്കുന്നതോടൊപ്പം അല്ലാഹു ചെയ്യുന്ന പ്രവൃത്തിയെ നാം പിന്തുടരുകയും ചെയ്യുന്നു. സലാത്ത് ഈ ഒരു പ്രത്യേകത ഈ ആയത്തിന് മാത്രമാണ് കൊടുത്തത്. അല്ലാഹു പടച്ചതമ്പുരാൻ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തിരക്കുകൾ കൊണ്ട്, അത്യാവശ്യങ്ങൾ കൊണ്ട്, സന്തോഷങ്ങൾ കൊണ്ട്, ആഹ്ലാദങ്ങൾ കൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസിയുടെ നെഞ്ചകം സ്വലാത്ത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ 12 ഒരു കൊടി കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി മാത്രമാണ് ഓമനത്തോടുകൂടി കാണുന്നതെങ്കിൽ അന്ന് ചെയ്യേണ്ടെന്ന് നൗഷാദ് വാക്ക് പറയുന്നില്ല. ചെയ്തോ നിനക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പ്രേമത്തിന്റെ പേരിൽ നീ ചെയ്തോ. പക്ഷേ അതിനു മുമ്പുള്ള മാസങ്ങളിൽ സ്വലാത്തില്ലാതെ നശിച്ചുപോയ ഹൃദയമായി നിന്റെ ഹൃദയം മാറാൻ പാടില്ല. അതുകൊണ്ട് ഈ സദസ്സിന് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തവും അല്ലാഹുവിന്റെ ഇഷ്ടവും കിട്ടാൻ നല്ല ശബ്ദത്തിൽ തണുത്തുപോയ മണ്ണിൽ നിന്നുകൊണ്ട് ചൂടാക്കാൻ, നമ്മുടെ ഹൃദയത്തെ ചൂടാക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു 3 സ്വലാത്ത് നല്ല ശബ്ദത്തിൽ സല്ലല്ലാഹു, കുറച്ചുകൂടി നല്ല ശബ്ദം വരട്ടെ, അങ്ങനെ തണുത്തു പോകരുത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരില്ലേ ഒന്നുകൂടി സല്ലല്ലാഹു അലാ മുഹമ്മദ് ഭാഗമൊന്നും അനക്കുമില്ല. റസൂലുള്ളാഹിയോട് പിണക്കം കൊണ്ടാണോ അതേ എന്തെങ്കിലും അള്ളാന്റെ ഹബീബ് നിങ്ങളോട് പറഞ്ഞിട്ട് ചെയ്യാതിരുന്നോ? അതല്ല ഇത്രയും വലിയ സദസ്സിൽ ഇയാളിപ്പോ വലിയ ശൈഖാണോ നമ്മളെ കൊണ്ട് സലാത്ത് ചെല്ലിപ്പിക്കാൻ എന്ന തോന്നലാണോ? ഈ സദസ്സിന് നേതൃത്വം കൊടുക്കുന്നത് മദീനയാണ്. ഈ സദസ്സ് കണ്ടുകൊണ്ടിരിക്കുന്നത് മദീനയുടെ രാജാവാണ്. ഈ സദസ്സിൽ ഓടിയെത്തിക്കൊണ്ടിരിക്കുന്ന ഇളം തെന്നലിന്റെ സുഗന്ധം എന്റെ പ്രിയമുള്ളവരെ അത് അല്ലാഹുവിന്റെ റസൂൽ കിടന്നിറങ്ങുന്ന മണ്ണിന്റെ സുഗന്ധമാണ്, മണ്ണിന്റെ സുഗന്ധമാണ്. മരിക്കുന്നതിന് മുമ്പ് പോകണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ? ഇമാമുമാരുടെ ഖബറിന്റെ മുന്നിൽ നിന്ന് സിയാറത്ത് ചെയ്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിനക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്ത് പോകണ്ടേ? മരിക്കുന്നതിന് മുമ്പ് പോകണം ചെറുപ്പക്കാരാ. അതിനുവേണ്ടി നിയ്യത്ത് ചെയ്യുമോനോ? ലോകത്തോടെ എവിടേക്ക് നീ പോയിട്ടെന്താ? താജ്മഹലിന്റെ മുന്നിൽ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ട് കറങ്ങിയിട്ടെന്താ ചെറുപ്പക്കാരാ? നൂറുകണക്കാണ് കൂട്ടുകാരെ പുതുമുടിയിലും ഗോൾഡൻ വാലിയും ബീഗാലാൻഡും ഹാപ്പി ലാൻഡും
വേണ്ടിയാണ്ടുമല്ല, തുള്ളിച്ചാടി കറങ്ങി നടന്നിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നിന്റെ മനസ്സിന്റെ പ്രകാശം കിടക്കുന്നത് ലോകപ്പടക്കാർ കാരണക്കാരനായ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന പരിശുദ്ധ സ്ഥലത്ത് നമുക്കൊന്ന് പോകണ്ടേ? അവിടെ പോയില്ലെങ്കിൽ അത്രത്തോളം അല്ലാഹു നമ്മളോട് വെറുപ്പാണോ? അവിടെ പോകുന്നതിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. 3 സലാത്ത് പറയുമ്പോ ഈ ഗ്രൗണ്ടിന്റെ അകത്തിരുന്നുകൊണ്ട് ആരെല്ലാം ആവേശത്തോടെ സലാത്ത് ചെല്ലുന്നുവോ അവരെ മദീന കാണാതെ മരിപ്പിക്കല്ല അല്ലാഹ്. ഇനി ഒരു 3 സലാത്ത് ഇല്ലേ? നല്ല ശബ്ദത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു നമ്മുടെ പരിശുദ്ധ സ്വലാത്തിനെ സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, പാപികളും സാധുക്കളുമായ പാവപ്പെട്ടവരെ ചൊല്ലിയ സ്വലാത്തിന് പകരം അവരുടെ ജീവിതത്തിൽ അവരെ ഏറ്റവും അധികം ആഗ്രഹിക്കും നിന്റെ ഹബീബിന്റെ തിരുമുറ്റത്ത് ചെല്ലാതെ അല്ലാഹുവേ, ഈ സദസ്സിന്റെ മുന്നിൽ വന്നിരിക്കുന്ന സാധുക്കളെ നീ മരിപ്പിക്കല്ല റബ്ബേ. അവർ അള്ളാന്റെ ഹബീബിന്റെ മുമ്പ് പോയി മനസ്സ് നിറഞ്ഞ സലാത്ത് സലാം പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗളാ ശരീഫിന്റെ ചുറ്റുമുള്ള മാലാഖമാരെ മുസാഫഹത്ത് ചെയ്യിപ്പിക്കാറ് ഈ സാധുക്കളും പാപികളുമായി ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. പറയാൻ കഴിയില്ല ഏത് ദുആയാ സ്വീകരിക്കുന്നത്. ഏതെങ്കിലും ഒരു സദസ്സിന്റെ ദുആ പരിഗണിച്ച് പെട്ടെന്ന് മദീനയിലെത്തിയാൽ അതൊരു വല്ലാത്ത സൗഭാഗ്യമാണ്. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. അള്ളാഹു സലാത്ത് ചെല്ലുന്നുണ്ട്, മലക്കുകൾ സലാത്ത് ചെല്ലുന്നുണ്ട്. അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഇങ്ങനെ മൈക്ക് സെറ്റൊക്കെ എടുത്ത് വെച്ച് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കലല്ല. അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അർറഹ്മത്തുൽ മഖ്റൂനതു ബിത്തഅദീം, ആദരവിനോട് ഏറ്റവും അടുത്തുപോയ വല്ലാത്ത റഹ്മത്താണ് അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറയുന്നത്. മാലാഖമാരുടെ സലാത്തോ പണ്ഡിതന്മാര് പറയുന്നു അൽ ഇസ്തിഗ്ഫാർ. മാലാഖമാരുടെ സലാത്ത് ഇസ്തിഗ്ഫാർ ചെയ്യലാ. പുറത്തു കൊടുക്കണേ അല്ലാഹ്, പുറത്തു കൊടുക്കണേ അല്ലാഹ്, പുറത്തു കൊടുക്കണേ. നമുക്ക് വേണ്ടി മലക്കുകൾ സലാത്ത് ഇല്ലെന്ന ഒരു സമയമുണ്ട്. എപ്പോഴെന്ന് പറയാൻ പറ്റും? നമുക്ക് വേണ്ടി മലക്കുകൾ സലാത്ത് ഇല്ല. എപ്പോഴാ? ചെല്ലണേ ചെല്ലട്ടു സാറേ, നമുക്ക് പറയണമെന്നൊന്നുമില്ല. ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ വാരി വിടുങ്ങാൻ വലിയ ഉത്സാഹം. നമുക്ക് വേണ്ടി മലക്കുകൾ സലാത്തില്ല. എപ്പോഴാ? നമുക്ക് പഠിച്ചു വെക്കണ്ടേ? നാളെ കബീർ ഉസ്താദ് വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. എന്നും കബീർ ഉസ്താദ് നിങ്ങളുടെ അടുത്തല്ലേ ചോദിക്കുന്നത്? കബീർ ഉസ്താദ് ഇന്ന് വാത് പറഞ്ഞ ജഅഫർ ഉസ്താദിന്റെ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. പുതുങ്കർ അറബി കോളേജിലൊക്കെ അവരൊക്കെ ഉസ്താദാ. ആ ബഹുമാനപ്പെട്ട ജഅഫർ ഉസ്താദിന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ജഅഫർ ഉസ്താദിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആണ്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരിപാടി. ഇന്ന് കബീർ ഉസ്താദ് അവിടെ, നാളെ കബീർ ഉസ്താദ് ഇവിടെ. ഇന്ന് നൗഷാദ് ബാക്കവി ഇവിടെ, നാളെ നൗഷാദ് ബാക്കവി അവിടെ. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ്. നാളെ എവിടെയാണ് വാദം? അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനിനെ ഇഖ്ലാസോടുകൂടി മരണം വരെ പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് വേണ്ടി മലക്കുകൾ സ്വലാത്ത് ചെല്ലുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു സമയമുണ്ട്. എപ്പോഴാ? ആരെങ്കിലും തന്റെ ഭവനത്തിൽ നിന്ന് വുളുവെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി നടന്നുപോയാൽ ഓരോ ചുവട്ടടി മുമ്പോട്ട് വെക്കുമ്പോഴും അവന് വേണ്ടി മലക്കുകൾ യുസല്ലൂന അലൈഹി അവന്റെ പേരിൽ അള്ളാന്റെ മാലാഖമാര് സ്വലാത്ത് ചൊല്ലുന്നതാണ്. ആരെങ്കിലും ഉൾവെടുത്തുകൊണ്ട് അള്ളാന്റെ പരിശുദ്ധമായ പള്ളിക്കകത്ത് അതേ ബാങ്ക് വിളിച്ചിട്ട് ഇഖാമത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സുന്നത്ത് നിസ്കാരം നടത്തിയിട്ട് ആ പരിശുദ്ധ പള്ളിക്കകത്തിരുന്നു കൊണ്ട് സലാത്തും ദിക്റും ഒക്കെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ വൽമലായികതു യുസല്ലൂന അലൈഹി അല്ലാഹുവിന്റെ മാലാഖമാര് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി സലാത്ത് ചൊല്ലുന്നതാ. സങ്കടമുണ്ടെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പരിശുദ്ധ റമളാൻ മാസത്തില് കടക്കൽ ഭാഗത്ത് ഞാനൊരു പരിപാടി കഴിഞ്ഞിട്ട് അത്തക്കുളങ്ങര പള്ളിയിലേക്ക് തറാവീഹിനെത്താൻ വേണ്ടിയിട്ട് സമയം കഴിഞ്ഞുപോയി. വാഹനത്തിലൂടെ വള്ളക്കടവ് ഭീമാപ്പള്ളി റോഡിന്റെ ഭാഗത്തൂടെ നടന്നുപോയപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നിയ കാര്യം ഞാൻ പറയുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് നൗഷാദ് ബാക്കവിയോടുള്ള സ്നേഹമങ്ങ് കുറഞ്ഞുപോയാലും എനിക്ക്
എനിക്ക് സങ്കടമില്ല ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സലാത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുമ്പോ നമ്മുടെ മനസ്സിലുള്ള മാരകമായ രോഗങ്ങളെ മാറ്റാൻ നമ്മൾ തയ്യാറാകണം. മോനെ, പരിശുദ്ധ റമളാൻ മാസത്തിന്റെ അവസാന 10 ദിവസം എന്റെ പ്രിയമുള്ളവരെ, ഭീമാപ്പള്ളിയുടെ വള്ളക്കടവിന്റെ ഭാഗത്തൂടെ വാഹനത്തിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോ എത്ര ചെറുപ്പക്കാരാണ് എയർപോർട്ടിന്റെ ഭാഗത്തോ വലിയ കല്ലെടുത്ത് വെച്ചിട്ട് ക്യാരം ബോർഡ് എടുത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ പള്ളികളിൽ തറാവീഹ് നടക്കുമ്പോ, അല്ലാഹുവിന്റെ പള്ളികളിൽ ഇഅ്തികാഫ് നടക്കുമ്പോ, അല്ലാഹുവിന്റെ പള്ളികളിൽ റമളാനിന്റെ അവസാനത്തെ 10 നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സങ്കടത്തിന്റെ പേരിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ പൊട്ടിത്തകർന്ന മനസ്സുമായി കൽവിളക്കി വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് കൈ ഉയർത്തുമ്പോ ഇങ്ങനെ തോന്നുന്ന ചെറുപ്പക്കാരാ, 4-5 പേര് വട്ടം കൂടി നിന്ന് ക്യാരം ബോർഡ് തട്ടിക്കളിക്കാം. ഈ സമുദായത്തിന്റെ മക്കൾക്ക് എന്ത് പറ്റിപ്പോയി ചെറുപ്പക്കാരാ? ആരാണ് ഈമാനിനെ കൊണ്ടുപോയി കബറടക്കിയത്? ആരാണ് പൊന്നുമോനിയുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹം കൊണ്ടുപോയത്? റമളാൻ എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ ഈത്തപ്പഴം തിന്നാൻ വേണ്ടി മാത്രമുള്ളതാണോ ചെറുപ്പക്കാരാ? പെരുന്നാളിന്റെ അന്ന് പുത്തൻ പുടവ അണിയാൻ വേണ്ടി മാത്രമുള്ളതാണോ ചെറുപ്പക്കാരാ? പരിശുദ്ധ റമളാൻ എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ പോലീസിലും ജയലക്ഷ്മിയിലും കല്യാണിലും ഒക്കെ കയറിയിറങ്ങി അതിനകത്ത് നിൽക്കുന്ന തൊലിവെളുപ്പുള്ള പെൺകുട്ടികളെ കണ്ട് കമന്റടിക്കാൻ വേണ്ടി മാത്രമല്ലാഹു തന്ന മാസമാണ് റമളാനെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് തോന്നുന്നുണ്ടോ? റാസൽ ഖൈമയിൽ 3-4 ദിവസം മുമ്പ് നടന്ന വല്ലാത്ത ദുരന്തം നിങ്ങൾ പത്രത്തിലൂടെ വായിച്ചതാ. 3 പേര് മരണപ്പെട്ടതിൽ 3 പേരും കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളിയിലുള്ളതാ. സുബ്ഹാനല്ലാഹ്, അതിലൊരാൾ മാത്രമാണ് വിവാഹിതനായിരുന്നത്. 2 പേര് സാധുക്കളും പാവപ്പെട്ടവരുമാണ്. ഇതുപോലെ എന്റെ മുമ്പിൽ നിങ്ങൾ വന്നിരിക്കുന്ന പോലെ, എന്റെ സ്റ്റേജിലെ പാവപ്പെട്ട എന്റെ കൂട്ടുകാരൻ വന്നിരിക്കുന്ന പോലെ എവിടെ പോയാലും ഓടി വന്നിരുന്നു കൊണ്ട് സങ്കടത്തോടെ വന്നു കേട്ട് ദുആ ചെയ്ത് കണ്ണുനീരോടുകൂടി മടങ്ങിപ്പോകുന്ന പാവപ്പെട്ട 2 മക്കളാ. സുബ്ഹാനല്ലാഹ്, റാസൽ ഖൈമയിൽ ഒരു അറബിയുടെ വാഹനവുമായി ഏറ്റുമുട്ടിയിട്ട് വാഹനം അങ്ങ് കത്തിപ്പോയപ്പോ 3 പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരുടെ ശരീരമാണ് കത്തിക്കരിഞ്ഞു പോയത്. എന്റെ പ്രിയപ്പെട്ട ഭീമാപ്പള്ളിയുടെ പരിസരത്തുള്ള ഉമ്മ, വിദേശ രാജ്യത്ത് കിടക്കുന്ന മക്കളെ ഓർക്കാതെ, ഭർത്താവിനെ ഓർക്കാതെ, കുടുംബത്തെ ഓർക്കാതെ 24 മണിക്കൂറും ചാനൽ സംഭാവന ചെയ്യുന്ന തിരുവോണ പരിപാടി കണ്ട് ചിരിച്ചും കളിച്ചും നിന്റെ ആയുസ് ഇബ്ലീസിന് വേണ്ടി പാഴാക്കുമ്പോ എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, ഇനി ഒരു റമളാൻ വന്നില്ലെങ്കിൽ നമ്മൾ ക്യാരംബോർഡ് കളിച്ചുകൊണ്ട് നശിപ്പിച്ച റമളാനിന്റെ ശാപം നിന്റെ തലയിൽ നിന്ന് എന്ന് മാറും ചെറുപ്പക്കാരാ? ഫസാദ് പറഞ്ഞ് ഈവത്ത് പറഞ്ഞ് നശിപ്പിച്ചു പോയ റമളാനിന്റെ ശാപം എന്റെ തലയിൽ നിന്ന് മാറും ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുകയാ, ഭീമാപ്പള്ളിയിലും വെള്ളക്കടവിലും പരിസരത്തുള്ള ഒരുപാട് പേർക്ക് അബ്സാർ വാക്കവിയോട് അസൂയുണ്ടാവാ. അബ്സാർ വാക്കവി മാത്രമേ പ്രസംഗിക്കോളൂ, അയാളെ പ്രസംഗത്തിന് മാത്രമേ ചെറുപ്പക്കാർ വരുള്ളൂ. ഇവിടെ വേറെ പണ്ഡിതന്മാരില്ലേ എന്ന് പറയുന്നവരോട് താഴ്മയോടെ വിനയത്തോടെ പറയുകയാ, പ്രിയപ്പെട്ടവര് ഉസ്താദുമാരെ വെല്ലുവിളിക്കാനല്ല നൗഷാദ് വാക്കവി വന്നത്. ഏതെങ്കിലും പള്ളിയിലെ ഹബീബിനെ ചൂണ്ടിക്കെത്താൻ വേണ്ടി വന്നതല്ല പ്രിയപ്പെട്ടവര്. ഈ സമുദായത്തെ നമുക്ക് കാണാനുള്ള കണ്ണല്ലാഹു തന്നില്ലേ? തലയിൽ കെട്ടും കെട്ടി അല്ലാഹുവിന്റെ കൈക്കകത്തിരുന്ന് നീ നടക്കുമ്പോ ആ പള്ളിയുടെ മുമ്പിൽ വന്ന് കല്ല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ കാണാൻ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നമ്മുടെ കണ്ണുകൾക്ക് കഴിവില്ലാതെങ്കിൽ പിന്നെ ഈ കണ്ണുകൊണ്ട് നമ്മൾ ആർക്കാണ് ഹിദായത്ത് കൊടുക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുകയാ, ഈ രാത്രിയിലെ പ്രഭാഷണം കൊണ്ട് മദീനയിലേക്ക് മാനസികമായിട്ട് ചെറുകവശം പറന്നപ്പാ നിനക്ക് സാധിക്കണമെങ്കിൽ ഏറ്റവും വലിയൊരു തീരുമാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എടുത്തേ മതിയാകൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ.